ഹായ് നമസ്കാരം. UNI ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് സുഹാസ് മഞ്ചേരി. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് സംഭവമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അല്ലെങ്കിൽ ട്രേഡിങ്ങിലൂടെ കോടികൾ നേടാൻ പറ്റുമെന്ന് പറഞ്ഞാലോ? എന്താണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ട്രേഡിങ്ങിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ്? ട്രേഡിങ്ങിലൂടെ ഒരു സ്ഥിര വരുമാനം നമുക്ക് നേടാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എന്തൊക്കെ റിസ്കുകളിലൂടെ കടന്നാലാണ് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ട്രേഡിങ്ങിലൂടെ നമുക്കൊരു സ്ഥിര വരുമാനം സാധ്യമാണോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാനടക്കമുള്ള ചെറുപ്പക്കാരുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് എത്രയും പെട്ടെന്ന് പണം സമ്പാദിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ളൊരു പോംവഴി എന്ന രീതിയിലാണ് ട്രേഡിങ്ങിനെയൊക്കെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഒരുപാട് വീഡിയോസിലൂടെയും റീൽസിലൂടെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്നതും അതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തരത്തിൽ പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രേഡിംഗ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കണം എന്ന രീതിയിലാണ് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ എന്താണ് ഇതിന് പിന്നിലുള്ള വസ്തുത? ഇതിലെന്തെങ്കിലും ശരിയായിട്ടുള്ള കാര്യമുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി അല്ലെങ്കിൽ ട്രേഡിംഗ് തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിട്ടേൺസ് തിരികെ കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. ഇങ്ങനെ ഒരുപാട് റീൽസുകളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിലും അത്തരത്തിലുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു എമൗണ്ട് ട്രേഡിങ്ങിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്കൊരു റെഗുലർ ആയിട്ടുള്ളൊരു റിട്ടേൺ കിട്ടുമല്ലോ, ഒരു ഇൻകം ആയിട്ട് മാറുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഞാനൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്ററെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ടിനെ ഞാൻ പോയി കണ്ട് ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്കിങ്ങനെ ട്രേഡിങ്ങിൽ ചേരണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു തൊഴിലാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട് എനിക്ക് മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റിട്ടേൺ പെട്ടെന്ന് കിട്ടുമോ എന്ന പോലെയുള്ള ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത്, എത്രയാണ് നിങ്ങൾക്ക് താങ്കളുടെ തൊഴിലിൽ നിന്ന് മിച്ചം വെക്കാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 5000 രൂപയൊക്കെ ഞാൻ മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങളൊരു 5000-ഓ 10,000-ഓ കിട്ടുന്ന അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾ ട്രേഡിംഗ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിക്ഷേപിക്കരുത് എന്നാണ് പറഞ്ഞത്. അതിന് പകരം മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് റിട്ടേൺസുകൾ കിട്ടിക്കൊണ്ടിരിക്കും എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം എന്നോട് പങ്കുവച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതും ശരിയാണെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെന്നാൽ ഒരു ചെറിയ എമൗണ്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ടാണ് നിങ്ങളുടെ കൈവശമുള്ളത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ കൈവശം വലിയൊരു ഹ്യൂജ് എമൗണ്ട് മാറ്റി വെക്കാനുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ കാര്യത്തെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നല്ല രീതിയിൽ പഠനത്തിന് ശേഷം, നല്ല രീതിയിൽ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ലാഭങ്ങളും അതുപോലെ നഷ്ടങ്ങളും അതിനെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കാം. അങ്ങനെ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിലേക്ക് പണമിറക്കാൻ പറ്റും എന്ന രീതിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ വലിയൊരു എമൗണ്ട് നമുക്ക് ഓൾറെഡി മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഒരു ചെറിയ എമൗണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും അത് നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് വലിയൊരു വിഷമമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ റെഗുലറി അല്ലെങ്കിൽ നമ്മളൊരു മന്ത്ലി നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് കൈവശമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചുകൊണ്ട് അതിലേക്കൊരു ചെറിയ എമൗണ്ട് ഇടുകയാണെങ്കിൽ അതിലൂടെ അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ബിഗിനറെ സംബന്ധിച്ചാണെങ്കിൽ ഒരിക്കലും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായി പഠിച്ച് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്ന തെറ്റുകളെക്കുറിച്ചും ശരികളെക്കുറിച്ചും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം
ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രേഡിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്രേഡിങ്ങിനെ സംബന്ധിച്ച് വളരെ വലിയൊരു വിഷയമാണ്. മതിയായ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റു യാതൊരു ഇൻകവും ഇല്ലാത്തവർ ഇതിലേക്ക് ഇറങ്ങുകയും ആരെങ്കിലും പറഞ്ഞത് കേട്ട്, അതായത് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇവരെ പറഞ്ഞു പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ മറ്റു വേറെ ഒരു ഇൻകം ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർ ഇതിലൂടെ വന്നിട്ട് വലിയ പൈസക്കാരാവാം എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചുകൊണ്ട് അവരിതിലേക്ക് ഇറങ്ങും. അങ്ങനെ കയ്യിലുള്ള എല്ലാ പൈസയും അവർ പൊട്ടിക്കും, അതായത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. ട്രേഡിങ്ങുമായി വന്ന റീസെൻറ്റ് റിപ്പോർട്ടുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് സെബിയൊക്കെ ഇറക്കിയിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ട്രേഡിങ്ങിലൂടെ 90% ആളുകൾക്കും നഷ്ടമാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല ബ്രോക്കേഴ്സും പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്ക് കൂടുതൽ 90%, അതായത് റെഗുലർ ഇതുമായി ട്രേഡ് നടത്തുന്നവർക്ക് 90% ആളുകൾക്ക് ലോസാണ്, നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന ഇവർ പോലും ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഈ പണം എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് എടുത്തു നോക്കുകയാണെങ്കിലും അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഹൈ ആണ്. അതായത് 5 വർഷം മുതൽ 10 വർഷം വരെയുള്ള നിലനിൽക്കുന്ന ഫണ്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്, ഇതിലുള്ള ഇക്വിറ്റി ഫണ്ടുകൾക്കാണെങ്കിൽ മിനിമം 10% മുകളിലും, അതുപോലെ തന്നെ ഡെപ്റ്റ് സ്കീമുകൾക്കാണെങ്കിൽ മിനിമം 5% മുകളിലെങ്കിലും റിട്ടേൺ കിട്ടുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ കാര്യമായിട്ട് ഫണ്ട് മാനേജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മാന്യമായ രീതിയിൽ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ കിട്ടാവുന്ന ഒരു റിട്ടേണിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് പണം നഷ്ടമാകുന്നില്ല എന്നതും ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ട്രേഡിംഗ് പോലെയുള്ള വഴികൾ കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ സെബി പോലും പറഞ്ഞിട്ടുണ്ട് 90% ആളുകൾക്കും റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന 90% ആളുകൾക്കും ഇതിൽ നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന്. എന്നിട്ടും ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ എന്തിന് ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പണം മുടക്കുന്നു? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന പല എക്സ്പെർട്ടൈസുകളും, അതായത് ഫിനാൻഷ്യലി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല എക്സ്പെർട്ടൈസും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് നിങ്ങൾ ആദ്യം ഒരു ക്യാപിറ്റൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. മതിയായ ക്യാപിറ്റൽ നിങ്ങളുടെ കൈവശം ഉണ്ടായതിനു ശേഷം ആ ക്യാപിറ്റൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിലൂടെ കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾക്കൊരു റിട്ടേൺ ഉണ്ടാകും. ആ റിട്ടേൺ വെച്ചുകൊണ്ട് അതിൻ്റെ 10% ട്രേഡിങ്ങിലേക്കും ബാക്കി 90% നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും നിങ്ങൾ മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെക്കുന്ന, അതായത് നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കായിരിക്കണം നിങ്ങളത് മാറ്റിവെക്കേണ്ടത്. അങ്ങനെയായിരിക്കണം ഇത് കൊണ്ടുപോകേണ്ടത് എന്നാണ് പല എക്സ്പെർട്ടൈസുകളും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കൂട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനും നല്ലൊരു കരിയർ പടുത്തുയർത്താനും സാധിക്കും. ഇനി അഥവാ ഇദ്ദേഹത്തിന് ചെറിയ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ പോലും അത് അദ്ദേഹത്തെ സാരമായി ബാധിക്കുകയുമില്ല. കാരണം 90%ഓളം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് അദ്ദേഹം പണം മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റൊരാൾ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് കൊണ്ടോ മാത്രം നിങ്ങൾ ഒരിക്കലും ട്രേഡിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വരരുത്. നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം, നിങ്ങൾ അതിൽ എക്സ്പെർട്ടൈസായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ, വരാൻ പാടുള്ളൂ. നമ്മൾ പല ഇതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും, സക്സസ്ഫുള്ളായ പല വാർത്തകളും സ്റ്റോറീസും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതായത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിക്ഷേപിച്ചുകൊണ്ട് 10 ലക്ഷം റിട്ടേൺ ആക്കിയെടുത്തത്, അല്ലെങ്കിൽ 10,000 കൊടുത്താൽ 1 ലക്ഷം കിട്ടും എന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെയൊക്കെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഇവർക്ക് മിനിമം 10 വർഷമെങ്കിലും ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ആ രീതിയിലുള്ള റിട്ടേൺ അവർക്ക് കിട്ടിയത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും ഇതിനു വേണ്ടി ഇപ്പോൾ ഒരു ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡായിട്ട് ഈ ഒരു ട്രേഡിങ്ങിനെ കൊണ്ടുപോകുന്നവരുണ്ട്. അതുമല്ലെങ്കിൽ ഉള്ള ജോലി കളഞ്ഞിട്ട് ഒരു ലാപ്ടോപ്പിന് മുമ്പിലോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് മുന്നിലോ ഈ ട്രേഡിംഗ് പഠിക്കാം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് സമ്പാദിക്കാം എന്നൊക്കെ വിചാരിച്ച് പോകുന്നവരുണ്ട്. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് വീണ്ടും ചതിക്കുഴിയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും നഷ്ടം വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അവരെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച്
വളരെ നല്ല രീതിയിൽ പഠിക്കാതെ അല്ലെങ്കിൽ ഇതിലൊരു എക്സ്പേർട്ട് ആവാതെ കാര്യമായി എങ്ങനെ പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, എത്രത്തോളം എന്തൊക്കെ റിസ്കുകൾ ഇതിലുണ്ട് എന്നത് മനസ്സിലാക്കാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് നഷ്ടമാണ് സംഭവിക്കുക. ഇതുമായി ബന്ധമുള്ള എക്സ്പെർട്ടൈസ് പറയുന്നത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയാൽ മാത്രമേ, ഇതുമായി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ട്രേഡിംഗ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിച്ചുകൊണ്ട് അതിന് സമയമെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വീഡിയോസുകളും റീൽസുകളും പരസ്യങ്ങളും നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാകും. ഒരു സുപ്രഭാതത്തിൽ ഇത്തരം റീൽസുകളിലും ഇതിൻ്റെ പരസ്യങ്ങളിലും നിങ്ങൾ വീണുപോയിട്ട് ഇതിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിൽ എക്സ്പേർട്ടൈസ് ആയോ എന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാലെടുത്തു വെക്കുക. മറ്റൊരു കാമ്പുള്ള വിഷയവുമായി കാണുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി.